ആഹാ, മേഡം ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ഞാൻ പുറത്തൊക്കെ നോക്കി, കണ്ടില്ല. മുഖത്തെന്താ ഒരു മ്ലാനത? ഓ, രമാമ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ? എന്നെ കൊണ്ടൊന്നും പറയക്കണ്ട. ആ സ്ത്രീ ആരാന്നോ അവരുടെ വിചാരം? കുശിനിക്കാരന്റെ മനുഷ്യരൊന്നും അല്ലേ? അഹങ്കാരം പിടിച്ച് യക്ഷി. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അപ്പൊ എന്തും പറയാം, അഹങ്കാരവും കാണിക്കാം. അങ്ങനെ ഞങ്ങൾ എന്തും പറയാനുള്ള ലൈസൻസ് ഒന്നും അവർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. എന്റെ അവസ്ഥ മോശമായി പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേനെ. മനുഷ്യരുടെ ഓരോരോ അവസ്ഥകളല്ലടോ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ. രമാമ്മയുടെ 10% മാത്രമേ താനിപ്പോ കണ്ടിട്ടുള്ളൂ, മനസ്സിലാക്കിയിട്ടുള്ളൂ. ചന്ദ്രാമ്മയ്ക്ക് പിന്നെ ഇതൊക്കെ ശീലം. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി, അതുപോലെ സ്ഥലങ്ങള്, തിയേറ്റർ, ഷോപ്പിംഗ് മോള്, പെട്രോൾ പമ്പ്, ഇതൊക്കെ ഉള്ളവര് കുറച്ചൊക്കെ ആഡംബരമൊക്കെ കാണിച്ചെന്ന് വരും. ഇത്രയൊക്കെ സ്വത്തുണ്ടോ അവർക്ക്? അതെ, ഞാനെല്ലാം പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ താൻ ചിലപ്പോ തല കറങ്ങി വീണെന്ന് വരും. ചുമ്മാതല്ല തള്ളക്ക് ഇത്ര ഇളക്കം. ഭൂമിയിൽ ജീവിക്കുമ്പോ സാധാരണക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് ആദ്യം പഠിക്കാൻ പറ ആ അമ്മയോട്. അല്ലെങ്കിലേ ആകാശത്ത് പോയി താമസിക്കാൻ പറ. ഒരു വിമാനത്തിൽ കയറ്റി മറ്റു രാജ്യത്തേക്ക് എവിടേക്കെങ്കിലും പറഞ്ഞു വിടണം ഇതിനെയൊക്കെ. അങ്ങനെ പറഞ്ഞു വിടണ്ട. ഇടയ്ക്കിടയ്ക്ക് വിസിറ്റിങ്ങിന് രമാമ പോവാറുണ്ടല്ലോ. അതും സ്വന്തം ഫ്ലൈറ്റിൽ തന്നെ. സ്വന്തം ഫ്ലൈറ്റിലോ? പിന്നല്ലാതെ സ്വന്തമായി വിമാന കമ്പനി വരെയുള്ള ആളാ രമാമ. അല്ല, ബന്ധുവാണെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇതൊന്നും അറിയില്ലായിരുന്നോ? ബന്ധുവാണെന്ന് കരുതി ഇതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോറില്ല. നമുക്ക് വേറെ എന്തൊക്കെ പണി കിടക്കുന്നു. താൻ തന്റെ വളർത്തമ്മയുടെ മഹിമ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ ചെന്ന് തന്റെ പണി നോക്ക്. വേറെ ജോലിയൊന്നുമില്ല, നമുക്കിങ്ങനെ ഓരോന്നും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. എനിക്ക് താല്പര്യമില്ല. താൻ ഒറ്റയ്ക്ക് ഇവിടെ വർത്താനം പറഞ്ഞോണ്ടിരുന്നോ? ഞാൻ പോവാ. അതെ, ആ സാരി എടുത്തപ്പോ സുന്ദരിയായിരുന്നു കേട്ടോ. താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ്.